ഹായ് ഫ്രണ്ട്സ്, നെസ്റ്റ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെ-സ്മാർട്ടിൽ ലെയർ മാട്രിക്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. അതിനായി നമുക്ക് കെ-സ്മാർട്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഓപ്പണായി വന്ന കെ-സ്മാർട്ട് ഹോം പേജിൽ നിന്നും ബിൽഡിംഗ് പെർമിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ബിൽഡിംഗ് പെർമിറ്റിൽ രണ്ട് തരം സർവീസസ് ആണുള്ളത്, സിറ്റിസൺ സർവീസസും അതുപോലെ ലൈസൻസി സർവീസസും. ഇവിടെ ലൈസൻസി സർവീസസിൽ ലൈസൻസി ലോഗിൻ, ലൈസൻസി രജിസ്ട്രേഷൻ, ലൈസൻസി ട്രെയിനിങ് വീഡിയോസ്, ലൈസൻസി യൂസർ മാനുവൽ, അതുപോലെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, ബിൽഡിംഗ് പെർമിറ്റ് വാക്ക് ത്രൂ വീഡിയോസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ലൈസൻസി യൂസർ മാനുവൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ലൈസൻസി യൂസർ മാനുവലിൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ടൈപ്പ് ലെയർ മാട്രിക്സ് ഉണ്ട്, ലോ റിസ്ക് ബിൽഡിങ്ങിനും അതുപോലെ തന്നെ ഹൈ റിസ്ക് ബിൽഡിങ്ങിൻ്റെയും. അതുപോലെ സാമ്പിൾ ഡ്രോയിങ്, സിംഗിൾ ഫാമിലി റെസിഡൻഷ്യലിൻ്റെ സാമ്പിൾ ഡ്രോയിങ്ങും അതേപോലെ കൊമേഴ്ഷ്യൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ സാമ്പിൾ ഡ്രോയിങ്ങും കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ആദ്യം ഡൗൺലോഡ് ചെയ്യുന്നത് ജനറൽ ലെയർ മാട്രിക്സ് ആണ്. ഹൈ റിസ്ക് ബിൽഡിങ്ങുകളുടെ ലെയർ മാട്രിക്സ് ടെംപ്ലേറ്റ് ആണ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യുന്നത്. അടുത്തത് ഞാനിവിടെ ലോ റിസ്ക് ബിൽഡിങ്ങുകളുടെ ടെംപ്ലേറ്റും ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. എംപാനൽഡ് ലൈസൻസ് യൂസ് ചെയ്താണ് നമ്മൾ ലോ റിസ്ക് ബിൽഡിങ്ങുകളുടെ പെർമിറ്റ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ലെയർ മാട്രിക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം ഞാൻ ജനറൽ ലെയർ മാട്രിക്സ് ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ജനറൽ ലെയർ മാട്രിക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 1 മുതൽ 7 സ്റ്റെപ്സ് ആണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഓരോ സ്റ്റെപ്സും വിവരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത് നമുക്കിനി ലോ റിസ്ക് ബിൽഡിങ്ങുകളുടെ ലെയർ മാട്രിക്സ് കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ലോ റിസ്ക് ബിൽഡിങ്ങുകളുടെ ലെയർ മാട്രിക്സും അതേപോലെ തന്നെ ജനറൽ ലെയർ മാട്രിക്സിലും ഷീറ്റിൻ്റെ സൈസ് കൃത്യമായും തന്നിട്ടുള്ള അതേ അളവിൽ വേണം നമ്മുടെ ഡ്രോയിങ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ ഡ്രോയിങ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓരോ ഷീറ്റിനും പ്രത്യേകം ടെസ്റ്റ് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സൈസിൽ കുറയാതെ വേണം നമ്മുടെ ടെസ്റ്റിൻ്റെ ഹൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ലെയർ മാട്രിക്സിൽ 20 സ്റ്റെപ്സാണ് നമുക്കുള്ളത്. അത് കൃത്യമായി ഫോളോ ചെയ്ത് വേണം ഡ്രോയിങ് തയ്യാറാക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.